നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. പത്രോസിൻ്റെ തള്ളിപ്പറച്ചിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. ശീമോൻ പത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ, നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു. അല്ല എന്ന് അവൻ മറുത്തു പറഞ്ഞു. മഹാപുരോഹിതൻ്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതറുത്തവൻ്റെ ചർച്ചക്കാരൻ പത്രോസിനോട്, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു. പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു. ഉടനെ കോഴി കൂകി. കർത്താവായ യേശുക്രിസ്തുവിനെ വളരെ സ്നേഹിച്ച ഒരു ശിഷ്യനായിരുന്നു പത്രോസ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യേശു വിളിച്ചപ്പോൾ പടകും വലയും ഒക്കെ ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച ആളാണ്. യേശു പത്രോസിനെ വളരെ സ്നേഹിച്ചിരുന്നു. യാക്കോബിനെയും പത്രോസിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചപ്പോഴും, അതുപോലെ ഗത്സമനയിലെ പ്രാർത്ഥനയുടെ സമയത്തും മറുരൂപ മലയിലെ തേജസ്കരണത്തിൻ്റെ സമയത്തും കൊണ്ടുപോയതാണ്. വാസ്തവത്തിൽ യേശുവിനെ പത്രോസ് സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് താൻ വാൾ കരുതിയിരുന്നത്. ആവശ്യം വന്നാൽ ആ വാളെടുത്ത് പ്രയോഗിച്ച് വെട്ടി യേശുവിനെ രക്ഷിക്കുക എന്നുള്ള ഒരു ബാലിശമായ ഒരു ചിന്താഗതി. യേശു ദൈവമാണ്. യേശുവിന് പത്രോസ് സംരക്ഷണം കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ പത്രോസിൻ്റെ ആ ബാലിശമായ ചിന്താഗതി, അതിലുള്ള ആത്മാർത്ഥത യേശുവിന് അറിയാം. പക്ഷേ ഈ ബാലിശ ചിന്താഗതിയൊക്കെ മാറണം. നമ്മൾ പുരുഷത്വമുള്ളവരാകണം. നമുക്ക് ആത്മീയമായ ഒരു നിലവാരം ഉണ്ടാകണം. പത്രോസ് യേശുവിനോട് പറഞ്ഞു, ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയത്തില്ല. ഞാൻ നിനക്ക് വേണ്ടി ചാകാനിരിക്കുക എന്നല്ല, കൊല്ലാനിരിക്കുകയാണ് എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ യേശു പറഞ്ഞു, നീ എന്നെ 3 വട്ടം തള്ളി പറയും, എന്നിട്ടേ ഇന്ന് കോഴി കൂവത്തുള്ളൂ. പത്രോസ് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല. പക്ഷേ യേശു പറഞ്ഞത് സംഭവിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? പത്രോസിന് യേശുവിനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ല. പത്രോസിന് യേശുവിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് മറ്റ് ശിഷ്യന്മാരൊക്കെ ഓടി ഏതോ ഒളിപ്പിടത്തിൽ ഒളിച്ച സമയത്ത് മഹാപുരോഹിതൻ്റെ മുറ്റം വരെ എങ്കിലും ആ തണുപ്പുള്ള രാത്രിയിൽ ചെല്ലാൻ സാധിച്ചത്. പക്ഷേ തള്ളിപ്പറഞ്ഞതിൻ്റെ കാരണം മഹാപുരോഹിതൻ്റെ ദാസനെയാണ് ഗത്സമനയിൽ വെച്ച് വെട്ടിയത്. അപ്പോൾ അവൻ കാണാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ തോട്ടത്തിൽ അന്ന് പിടിക്കാൻ വന്നവരിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ പേടിച്ചാണ് പത്രോസ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോഴാണ് പരിചയമില്ലാത്ത ഒരാളെ അവിടെ കണ്ടപ്പോൾ, നീ അവനോട് കൂടി ഉള്ള ആളല്ലേ എന്നൊരാൾ ചോദിച്ചത്. അല്ലെന്ന് പത്രോസ് പറഞ്ഞു. പിന്നെയും ആ തീവട്ടത്തിൻ്റെ മുമ്പിൽ പത്രോസിൻ്റെ മുഖം തിരിച്ചറിഞ്ഞ ഒരാൾ, നീ അവനോട് കൂടെ ഉണ്ടല്ലോ, നിൻ്റെ ഉച്ചാരണം അത് വെളിവാക്കുന്നുണ്ടല്ലോ, ഗലീലക്കാരുടെ സംഭാഷണമാണല്ലോ നിൻ്റേത്, ശബ്ദമാണല്ലോ. പത്രോസ് വീണ്ടും പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. എന്നാൽ മഹാപുരോഹിതൻ്റെ ദാസനോടുകൂടെ യേശുവിനെ പിടിക്കാൻ പോയ ആളുകളിൽ ഒരുത്തനവിടെ ഉണ്ടായിരുന്നു. അവൻ പറയുകയാണ്, തോട്ടത്തിൽ നിന്നെപ്പോലൊരുത്തനെ ഞാൻ കണ്ടല്ലോ. അപ്പോൾ പത്രോസ് പ്രാണരക്ഷാർത്ഥം പറയുകയാണ്, ഞാൻ അവനെ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറയുക മാത്രമല്ല യേശുവിനെ പ്രാകുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ശരിയായിരിക്കും, അവർക്കാണ് തെറ്റുപറ്റിയത് എന്ന്. പക്ഷെ സംഭവിച്ചത് ആ സമയത്ത് കോഴി കൂവുകയാണ്. കർത്താവ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നിറവേറുകയാണ്. എന്താണ് ഇതിലെ ആത്മീക പാഠം? പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വിൽപ്പവർ കൊണ്ട്, നമ്മുടെ മനസ്സാന്നിധ്യം കൊണ്ട്, മനഃശക്തി കൊണ്ട്, നമ്മുടെ തീരുമാനത്തിൻ്റെ ശക്തി കൊണ്ടൊന്നും നമുക്കൊരു ആത്മീയ ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. ദൈവകൃപ, കർത്താവിൻ്റെ സഹായം, അതാണ് നമുക്ക് വേണ്ടത്. അതല്ലേ യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അതിൽ പറഞ്ഞ ഒരു വാക്ക്, ഞങ്ങളെ പരീക്ഷയിൽ പെടുത്തരുത്, ദുഷ്ടങ്കിൽ ഞങ്ങളെ കാക്കണം
യേശുവിനെ തള്ളിപ്പറയാൻ ഇടയാകരുത്. അങ്ങനെയുള്ള പരീക്ഷയിൽ ഞങ്ങൾക്ക് നീ ബലം തരണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ നാവിനെ ശക്തിപ്പെടുത്തണം. ഞങ്ങളുടെ ഹൃദയത്തിന് ധൈര്യം തരണം. ഇതാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലുള്ളത്. പത്രോസ് സ്വന്തം ബുദ്ധിയിലും വിവേകത്തിലും ഊന്നി അതിനാൽ തള്ളിപ്പറയേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കാൻ ഞാൻ അപ്രാപ്തനാണ്, ബലഹീനനാണ്. കർത്താവ് എന്നെ ബലപ്പെടുത്തണം, എന്നെ സഹായിച്ചുകൊള്ളണം, എൻ്റെ നാവോട് കൂടെ ഇരിക്കണം, എനിക്ക് വിവേകം തരണം, എനിക്ക് കൃപ തരണം എന്ന് യാചിച്ചുകൊണ്ട് ജീവിപ്പാൻ, നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് കർത്താവിൻ്റെ ബലത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഈ പാഠത്തിലൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.